കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷമാണ് ആ കുടുംബത്തിലുള്ളത്. എല്ലാവരും ഭയന്നുപോയി. കുഞ്ഞിന് എന്ത് സംഭവിച്ചേക്കാം എന്നതാണ് കേരളം ഒരു ദിവസം മുഴുവൻ ഇന്നലെ തിരഞ്ഞത്. 37 മണിക്കൂറാണ് കുഞ്ഞിനെ കാണാതായി നമ്മൾ തിരഞ്ഞത്. എന്നാലും 13 വയസ്സുള്ള ആ കുഞ്ഞ് നമ്മളെല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എത്ര തീവണ്ടി മാറിയാണ് പോയതെന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്ത് നിന്ന് ആ കുഞ്ഞ് ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറുന്നു. ആ എക്സ്പ്രസ് തന്നെ ചെന്നൈ എഗ്മൂറായിട്ട് പേര് മാറ്റി പോകുമ്പോൾ അതേ ട്രെയിനിൽ തന്നെ ഇരിക്കുന്നു. ചെന്നൈ എഗ്മൂറിൽ പോകുന്നു. അവിടുന്ന് താമ്പരം എക്സ്പ്രസ്സിൽ കയറിയിട്ട് വിശാഖപട്ടണത്തേക്ക് പോകുന്നു. നമ്മൾ വിചാരിച്ചു ഈ കുഞ്ഞിന് ഇതൊന്നും അറിയാൻ സാധ്യതയില്ല. പക്ഷേ കുഞ്ഞിങ്ങനെ തുടർച്ചയായിട്ട് യാത്ര ചെയ്യായിരുന്നു. കുഞ്ഞിനൊറ്റ വിഷമം ഉണ്ടായിരുന്നുള്ളൂ, അമ്മ എന്നെ അടിച്ചു, അതാണ് വിഷമം. അതിനുവേണ്ടി നമ്മളെല്ലാവരെയും കുഞ്ഞ് വലച്ചു കളഞ്ഞു അല്ലേ. എന്തായാലും നമുക്ക് ഉത്തരം കിട്ടി. കുഞ്ഞ് സുരക്ഷിതമായിട്ട് തന്നെ അമ്മയുടെ കരങ്ങളിലേക്ക് വരും. ഇപ്പോൾ വിശാഖപട്ടണത്താണ് കുഞ്ഞുള്ളത്. CWC അംഗങ്ങൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിൻ്റെ മാത്രമായിരുന്നില്ല, അതൊരു നാടിൻ്റെ തന്നെ വലിയ ആശങ്കയായിട്ട് മാറുകയായിരുന്നു കുഞ്ഞ്. എന്തായാലും രാത്രിയോടുകൂടി കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ള വാർത്ത നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചതോടുകൂടി പ്രേക്ഷകർക്കും അല്പം ആശ്വാസമായി. സന്തോഷമായി എന്നുള്ളതാണ്. ആ സന്തോഷം ആ കുടുംബത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. പലതരത്തിലുള്ള വാർത്തകളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ വെറും റൂമറുകൾ മാത്രമാണ്. അത് രണ്ടാനമ്മയാണ്, അങ്ങനെയൊന്നുമല്ല. ഈ കുഞ്ഞിനെ വളരെ സ്നേഹമുള്ള അമ്മ തന്നെയാണ്. പക്ഷേ ഇവർ 3 പേരും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഒരു അടിവെച്ച് കൊടുക്കും. അങ്ങനെ അടിവെച്ച് കൊടുത്തതിലുള്ള ഒരു വിരോധം കാരണം കുഞ്ഞ് വീട് വിട്ടിറങ്ങിയതാണ്. കയ്യിൽ ബാഗും ഒക്കെ ആയിട്ട് 50 രൂപയുമായിട്ട് പാവം കുഞ്ഞ് നാട് വിട്ടങ്ങിറങ്ങി. എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയമില്ല. സഹോദരൻ്റെ അടുത്തേക്ക് പോകുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ സഹോദരനുമായിട്ട് ഈ കുട്ടി അങ്ങനെ നിരന്തരം ഫോൺ വിളിക്കുന്ന സ്വഭാവമൊന്നുമില്ല. ഈ സഹോദരൻ്റെ ഫോൺ നമ്പർ ഈ കുട്ടിക്ക് കാണാൻ അറിയത്തുമില്ല. അതുകൊണ്ടാണ് ഈ കുഞ്ഞ് കിട്ടിയ ട്രെയിനിൽ കയറിപ്പോയി. അത് ആസാമിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് ചിലർ സംശയിച്ചു. എന്തായാലും താമ്പരം എക്സ്പ്രസ്സിൽ കുഞ്ഞിനെ വിശാഖപട്ടണത്ത് വെച്ച് ഇന്നലെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. കുഞ്ഞിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. പക്ഷേ ഇന്നലെ നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ക്ഷീണിതയായിരുന്നു കുഞ്ഞ്. ഇതിപ്പോൾ സുനിഷ ചേരുന്നുണ്ട്. സുനിഷ, ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരുമായി സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാം. രക്ഷിതാക്കൾ ഇനി എന്താണ് ചെയ്യുക? CWC അംഗങ്ങൾ വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ വൈകുന്നേരത്തോടു കൂടി കുട്ടിയെ രക്ഷിതാക്കൾക്ക് കൈമാറാൻ സാധിക്കുമല്ലേ? അരുൺ, തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. CWCയുടെ അംഗങ്ങൾ ഏതായാലും വിശാഖപട്ടണത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ വിശാഖപട്ടണത്തേക്ക് എത്തുമെന്നതാണ്. നിലവിൽ വിശാഖപട്ടണം CWCക്ക് കത്ത് നൽകിയിട്ടുമുണ്ട്. ഏതായാലും അതിനുശേഷം കുഞ്ഞിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി അതിന് പിന്നാലെ തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുമെന്നതാണ്. അങ്ങനെയെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പായി തന്നെ കേരളത്തിലേക്ക് എത്തുമെന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം കുഞ്ഞിനെ രക്ഷിതാക്കൾക്ക് കാണിച്ചു നൽകും. അതിനുശേഷം കൗൺസിലിങ്ങിന് ശേഷമായിരിക്കും രക്ഷിതാക്കൾക്ക് വിട്ടു നൽകുക എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഏതായാലും ഈ കുട്ടിയുടെ മാതാവും പിതാവും അടക്കം നമ്മളോട് സംസാരിച്ചിരുന്നു. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാൽ ഉടൻ ആസാമിലേക്ക് തിരിച്ചു പോകുമെന്നതാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് കുട്ടികളെയും കൂട്ടി ഈ ആസാമിലേക്ക് തിരിച്ചു പോകുമെന്നതാണ് മാതാവ് പറയുന്നത്. ഏതായാലും ഇവിടെ ഇവർ ജോലി ചെയ്യുകയായിരുന്നു. 1 മാസത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ ഈ മക്കളെയും കൊണ്ട് ഇവിടെ വന്നിട്ട്. പക്ഷേ നിലവിൽ ഇത്തരത്തിലൊരു സാഹചര്യമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ആസാമിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നതാണ് ഏതായാലും മാതാവ് സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിലവിൽ ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ടെൻഷൻ, ഒരുപക്ഷെ 37 മണിക്കൂറിലെ ആശങ്ക ഒഴിയുന്നു എന്നത് തന്നെയാണ്. ഈ 37 മണിക്കൂറോളം ഇവർ ഈ വലിയ രീതിയിലുള്ള ഒരു ടെൻഷൻ തന്നെയായിരുന്നു. കാരണം നമ്മളിവിടെ ആ സമയത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴും നമ്മളോട് വന്ന് എന്താണ് കാര്യങ്ങൾ ചോദിക്കുന്നു. ഒപ്പം തന്നെ പോലീസ് പലപ്പോഴും ഇവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇന്നലെ രാത്രി ഒരു 9:30 ആയപ്പോഴാണ് ഇവർ നമ്മളോട് ഒരു പ്രതീക്ഷിക്കാമോ ഇനിയും എന്നുള്ള വളരെ ആശങ്കയോടുകൂടി ചോദിക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. പക്ഷെ 10:30 തന്നെ ആ ആശങ്കയൊക്കെ ഒഴിഞ്ഞുകൊണ്ട് വിശാഖപട്ടണത്ത് വെച്ച് കുഞ്ഞിനെ കണ്ടെത്തി എന്നുള്ള വാർത്ത വരികയായിരുന്നു. ഏതായാലും അതിന് പിന്നാലെ തന്നെ വലിയൊരു സന്തോഷത്തിലാണ്. ഇന്നലെ അശ്വിനോട് സംസാരിച്ചപ്പോഴും ഇവർ പറഞ്ഞത് കേരള പോലീസിന് വലിയൊരു നന്ദി, ഇത്രയധികം ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടാനായി പരിശ്രമിച്ചവർക്ക് എല്ലാവരും ഒത്തുചേർന്ന് അതൊരു കുഞ്ഞിനായുള്ള ഒത്തൊരുമയുടെ ഒരു കാര്യം കൂടി കണ്ടു എന്നുള്ളതാണ്. ഏതായാലും വലിയൊരു സന്തോഷം തന്നെയാണ് അവർ പ്രകടിപ്പിച്ചത്. ഇന്നലെ തന്നെ വീഡിയോ കോളിലടക്കം ഇവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഭക്ഷണം കഴിച്ചോ, എന്തിനാണ് വഴക്കിട്ടതിന് ശേഷം പോയത് എന്നതടക്കം ഈ അമ്മയും മകളും സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ അരുൺ നാളെയോടുകൂടി തന്നെ കുഞ്ഞ് കേരളത്തിലേക്ക് എത്തുമെന്നതാണ്. അതിനുശേഷം CWC പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഈ അമ്മ ഒരു വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത്. ഇത്തരത്തിലൊരു മാനസിക സാഹചര്യം എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വൈകുന്നേരത്തോടുകൂടി കുഞ്ഞിനെ CWC അംഗങ്ങൾ ഏറ്റെടുത്ത് നാളെ കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. നാളെ വൈകുന്നേരത്തോടുകൂടി കുഞ്ഞിനെ നമുക്ക് രക്ഷിതാക്കളുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കുകയും ചെയ്യാം. ഇത്